ഞാൻ ഈ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ സീരീസുകൾ ഉണ്ടല്ലോ, ഇത് നിങ്ങൾ ഊണും ഉറക്കവും ഇല്ലാതെ ചിലപ്പോൾ ജോലി വരെ ചെയ്യാതെ കണ്ടു തീർക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. അപ്പോൾ ജോലിക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ മാത്രം തുടർന്ന് കണ്ടാൽ മതി. പക്ഷേ ഈ സീരീസിന് എല്ലാത്തിനും ഒരു പ്രശ്നം കൂടിയുണ്ട്, അവസാനം കൊണ്ടുപോയി നശിപ്പിച്ചതുമാണ്. പക്ഷെ അത് വിചാരിച്ച് നിങ്ങൾ ആരും ഇത് കാണാതിരിക്കുകയും ചെയ്യരുത്. അപ്പോൾ നമുക്ക് ആ 3 സീരീസുകൾ ഏതൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടാം. ഗെയിം ഓഫ് ത്രോൺസ് ഒറ്റ വാക്കി പറഞ്ഞ വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ് എവർ മെയ്ഡ്. പക്ഷേ ഇതിന്റെ അവസാനത്തെ എപ്പിസോഡ് കൊണ്ടുപോയി നശിപ്പിച്ചു എന്നാണ് പലരും പറയുന്നത്. എനിക്ക് സംഭവം ഓക്കെ ആയിരുന്നു, പക്ഷെ ഇതിന്റെ ബുക്സ് വായിച്ചവരൊക്കെ വളരെയധികം നിരാശപ്പെട്ടിട്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. 13 Reasons Why. ഒരു പെൺകുട്ടി മരണപ്പെടുന്നു. ഈ പെൺകുട്ടിയുടെ ഏറ്റവും അടുത്ത 13 പേർക്ക് ഈ പെൺകുട്ടി ഒരു മെസ്സേജ് അയക്കുകയാണ്. അതൊരു കാസറ്റാണ്. തുടർന്ന് കഥ വികസിക്കുന്നു. ഹൈലി എൻഗേജിങ് ആയിട്ടുള്ള, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ പറ്റാത്ത, നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിടിലൻ സീരീസ് ആയിരുന്നു ഇത്. 2ാമത്തെ സീസൺ എനിക്ക് ഓക്കെ ആണെങ്കിലും മറ്റു പലർക്കും ഇത് ഒരു മോശം അനുഭവമാണ് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. വൺ പഞ്ച് മാൻ. എൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷിച്ച് ചിരിച്ച് ആസ്വദിച്ച് കണ്ടിട്ടുള്ള മറ്റൊരു സീരീസോ അല്ലെങ്കിൽ ഒരു ഫിലിമോ ഇല്ല. വൺ പഞ്ച് മാൻ്റെ 2 സീസൺസ് ഞാൻ 2-3 ദിവസം കൊണ്ടാണ് കണ്ടു തീർത്തത്. കാരണം അത്രയും ഹൈലി എൻഗേജിങ് ആയിട്ടുള്ള ഒരു ആനിമയാണിത്. ഈ അടുത്താണ് ഇതിൻ്റെ 3ാമത്തെ സീസൺ ഇറങ്ങിയിട്ടുള്ളത്. ഒരുപാട് പേര് ഒരുപാട് വർഷങ്ങളോളം കാത്തിരുന്ന സീരീസാണ്. പക്ഷേ 8 നിലയിൽ പൊട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലും സീരീസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇതേപോലെ കിടിലൻ കണ്ടൻസ് ഇനിയും വരും. അപ്പോൾ ഫോളോ ഫോർ മോർ.